അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന മഹത്തായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിക്കുന്ന പ്രബോധന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളും പരിപാടികളും എന്ന ചോദ്യത്തിന് നാളിതുവരെ നമ്മുടെ അംഗബലം കാണിക്കാനോ സംഘബലം കാണിക്കാനോ ഈ ആൾക്കൂട്ടം കാണിച്ച് രാഷ്ട്രീയക്കാരനോട് വിലപേശാനോ അല്ല ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ സൃഷ്ടാവിന്റെ മുൻപിൽ അപമാനിക്കപ്പെടാതെ
ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തൊരു ശക്തിക്കും തടയാൻ സാധിക്കാത്ത സ്വന്തം തിരിച്ചുള്ള യാത്ര അള്ളാഹുവിൻ്റെ മുൻപിൽ മനസ്സമാധാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അപമാനിക്കപ്പെടാതെ അവന്റെ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ഒരു സതുദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഏത് പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, റബ്ബ് നിശ്ചയിച്ച മരണമെന്ന യാഥാർത്ഥ്യത്തെ തടയാൻ സാധിക്കുന്ന യാതൊരുവിധ കണ്ടുപിടുത്തങ്ങളോ പണബലമോ അധികാരബലമോ നമ്മളിൽ ആർക്കുമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചതുപോലെ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. ഒരാളുടെ മരണത്തോടുകൂടി അയാളുടെ എല്ലാ ജീവിതത്തിന്റെ പാപഭാരങ്ങളും നഷ്ടപ്പെടുകയും അയാളുടെ ജീവിതത്തെപ്പറ്റി ആരൊരാളും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ മരണം വലിയൊരു സമാധാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അല്ലാഹു തആല തൊട്ടടുത്ത വാക്കിലൂടെ ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കൽ കൂടി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും. ആ റബ്ബിന്റെ മഹ്ശറ ലോകത്ത് ഓരോരുത്തരും അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് നിർത്തപ്പെടും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ആ യാത്രയെപ്പറ്റി? ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ സിറ്റ് ഔട്ടിലോ നമ്മൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. വാർത്തകൾ കാട്ടുതീ പോലെ എടപ്പാളിലും ചുറ്റുഭാഗത്തും പ്രചരിക്കും. ഓരോരുത്തരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല തവണകളായി നമ്മളുടെ മുഖം വെച്ച ഏതെങ്കിലും ഒരു ഫോട്ടോന്റെ താഴെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു പോസ്റ്റും പോസ്റ്റി നമ്മളെ നാട്ടിലുള്ള സർവ്വ ഗ്രൂപ്പുകളിലും അത് പാറി നടക്കും. അപ്രതീക്ഷിതമായ മരണങ്ങളാണെങ്കിൽ പലരും മുക്കത്ത് വിരലുവെക്കും. ഒരുപാട് വയസ്സായിട്ട് മരിച്ചതാണെങ്കിൽ ചിലർ പറയും കുറെ കാലായി പ്രായണ്ട്, അങ്ങനെ പടച്ചോൻ കൊണ്ടുപോയതാ. വാർത്തകൾ കാട്ടുതീ പോലെ നാട്ടിലൂടെ പരക്കുമ്പോ നമ്മളെ മയ്യത്തിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളയച്ച് ഒരു 3 വെള്ളപ്പുടവയിലോ ഒരു വെളുത്ത തുണിക്കുള്ളിലോ വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ നമ്മളെ കിടത്തും. ഏത് കട്ടിലിൽ? അന്ന് വരെ നമ്മൾ ഉറങ്ങിയിരുന്ന 6 അടി തേക്കിന്റെ കട്ടിലിലല്ല, നമ്മളുടെ വ്യത്യസ്തമായ റൂമുകളിലുള്ള ഭംഗിയാർന്ന മറ്റേതെങ്കിലും ബെഡ്റൂമിലെ കട്ടിലുകളിലല്ല. മറിച്ച് വാപ്പന്റെ വാപ്പയും കാരണവന്മാരും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു 3 അടി 4 അടി കട്ടിൽ വീട്ടിന്റെ പോർച്ചിലോ ഏതെങ്കിലും വിറകുപുരയിലോ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്നതിന്റെ മേലെ പായ വിരിച്ച് നമ്മൾ അങ്ങനെ കിടത്തും. ആ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഓരോരുത്തരും കയറി വരും. അയൽവാസികളൊക്കെ പെട്ടെന്ന് വീട്ടിലേക്കെത്തും, നമ്മളെ വീട്ടിലേക്ക് വരും. അന്നുവരെ നമ്മളോട് പിണക്കം കാണിച്ചിരുന്ന അയൽപ്പക്കക്കാരനും അയൽപ്പക്കക്കാരിയും ഒരു മടിയും കൂടാതെ നമ്മളെ വീട്ടിലേക്ക് കയറി വരും. മരിച്ച പെണ്ണിന്റെ ആണിന്റെ ഭർത്താവോ ഭാര്യയോ നെഞ്ചുപൊട്ടി സങ്കടപ്പെട്ട അകത്തെ വട്ടിലിൽ കമന്ന് കിടന്ന് കരയാൻ തുടങ്ങും. നമ്മളെ പെണ്ണ് വീട്ടിന്റെ അകത്തുള്ള കട്ടിലിൽ ഇങ്ങനെ കിടന്ന് കരയും. ഇടക്കിടക്ക് സങ്കടം കൊണ്ട് ശബ്ദമുയർത്തിയിട്ട് അവൾ ഇങ്ങനെ കരയുന്നുണ്ടാകും. ഇക്ക, നിങ്ങൾ ഇന്നെയും വിട്ടുപോയില്ലേ, ഇന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നോ പടച്ചോനെ എന്ന് ഭാര്യമാര് കരയുമ്പോ കെട്ടിച്ചു വിട്ട മക്കള് ആ കെട്ടിച്ചു വിട്ട വീട്ടിലുള്ള ഏതവസ്ഥയാണോ അതേ അവസ്ഥയിൽ കിട്ടാവുന്നത് കയ്യിലെടുത്ത് ഒരു ഓട്ടോയും വിളിച്ച് ആ വീട്ടിന്റെ മുറ്റത്തേക്ക് വെപ്രാളപ്പെട്ട് വന്നിട്ടുണ്ടാവും.
ആ മക്കളൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറില്ലേ, മൂത്താപ്പാരും അമ്മമാരും ഒക്കെ ആ ഓട്ടോന്റെ അടുത്തേക്ക് ചെല്ലും. കാരണം അവർക്കറിയാം ആ മക്കൾ ഇപ്പൊ ഒച്ചപ്പാടുണ്ടാക്കി കരയുമെന്ന്. ശബ്ദം ഉണ്ടാക്കി കരയാതിരിക്കാൻ ആ മക്കളെയൊക്കെ അങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്ത് കൊണ്ടുവന്ന് ഒന്ന് വാപ്പാന്റെ മുഖം കാണിച്ച് പറ്റെങ്കിൽ ഒരു ഉമ്മയും കൊടുത്ത് അകത്ത് കമന്ന് കിടന്ന് കരയുന്ന ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുചാക്കും. ആ സമയത്ത് അയൽപ്പക്കത്തുള്ള 4-5 ആളുകൾ പറയും, മയ്യത്തിസ്കാരത്തിന്റെ സമയം നിശ്ചയിക്കണം. ളുഹ്റിനാ മരിച്ചതെങ്കിൽ മഗ്‌രിബിന്റെ സമയത്തേക്കേ ഉള്ളൂ നമ്മൾ ആയുസ്, നമ്മൾ ഈ ദുനിയാവിൽ. അങ്ങനെ ഓരോരുത്തരും അതിൻ്റെതായ ഏർപ്പാടിന് വേണ്ടി പോകുമ്പോ പള്ളിക്കമ്മിറ്റിക്കാരും അയൽപ്പക്കക്കാരും 4-5 താറപ്പായയും 10-25 കസേരയും വാടകക്കെടുത്ത് നമ്മളെ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ടാകും. പിന്നെ ആ നിശബ്ദമാക്കപ്പെട്ട നമ്മളെ വീട്ടിൽ കേൾക്കുന്ന ശബ്ദം കാരണവന്മാര് ആ ഒരു പായ വലിച്ചു കെട്ടുന്നവരോട് പറയും, ആ ഭാഗം തെങ്ങുമ്മ കെട്ടിക്കോ, ഈ ഭാഗം ആ പ്ലാവുമ്മ കെട്ടിക്കോ. അകത്തുള്ള പെണ്ണിന്റെ കരച്ചിലിന്റെ മൂളലുകളും പെൺമക്കളുടെ സങ്കടങ്ങളും പുറത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്ന മക്കൾക്ക് മുൻപിൽ ഒന്നും അറിയാത്തവനെ പോലെ സർവ അധികാരങ്ങളും നഷ്ടപ്പെട്ട് സർവ അവകാശങ്ങളും നഷ്ടപ്പെട്ട് നീണ്ടു നിവർന്ന് കിടക്കും. ആ സമയത്ത് ചിലര് അല്പസ്വല്പം നാട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ ചില ആളുകളൊന്ന് വാച്ചു നോക്കിയിട്ട് പറയും, വേഗം കുളിപ്പിച്ച് കടത്തിയ ആ സമയത്തൊരു വെപ്രാളം വേണ്ട. അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ 4-5 ആളുകൾ മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒറ്റക്കഴിച്ച നമ്മളെ വസ്ത്രം അവരുടെ കൈകളാൽ അഴിച്ചു മാറ്റപ്പെടും. അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ ഇടത്തെ കൈയിൽ ശീല ചുറ്റി മക്കളോ ജ്യേഷ്ഠനോ ചോരയിൽപ്പെട്ട ആരെങ്കിലും വയറമർത്തി നമ്മളെ വയറൊന്ന് ക്ലീനാക്കി തരും. അറപ്പും വെറുപ്പുമില്ലാതെ യാതൊരുവിധ സങ്കടങ്ങളുമില്ലാതെ ആ മയ്യത്ത് കുളിപ്പിച്ച് വീണ്ടും വീട്ടിന്റെ പോർച്ചിലേക്കോ സിറ്റ് ഔട്ടിലേക്കോ കൊണ്ടുവെക്കുമ്പം ആ പള്ളിയിലേക്ക് എടുക്കാൻ നേരത്ത് വീണ്ടും ചില ആളുകൾ അകത്ത് ചെന്നിട്ട് ചോദിക്കും നമ്മളെ ഭാര്യനോട് അല്ലെ ഭർത്താവിനോട്, കൊണ്ടുപോവുക, എനക്കൊന്നും കൂടി കാണണോ. കരഞ്ഞുകൊണ്ട് ഭാര്യ വരും. ആ പുയ്യാപ്ലന്റെ മുഖത്തേക്കൊന്ന് നോക്കും. തോളോട് തോൾ ചേർന്ന് തന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങിയിരുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മനസ്സിലിട്ട് ആലോചിക്കും. നിർത്താനാവാത്ത കണ്ണുനീരുകൾക്കുള്ളിൽ അവസാനമായി തന്റെ പ്രിയതമനെ ഒന്ന് നോക്കി ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും യാത്ര ചോദിക്കുന്ന രംഗം പലപ്പോഴും പല കുടുംബത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ചത് ഭാര്യയാണെങ്കിൽ ഉമ്മറത്തിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചില കാരണവന്മാര് പറയും, അഗോക്കറെ ഓളെ കൊണ്ടുപോകുക, എനക്ക് വേണേ ഒന്നും കൂടി കണ്ടോ. കണ്ണു നിറയുന്ന തോർത്തുമുണ്ടിൽ തന്റെ കണ്ണുനീരും തുടച്ച് തന്റെ കൂടെ കിടന്ന പെണ്ണിനെ അവസാനം യാത്രയാക്കുന്ന ഒരു നിമിഷത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? പിന്നീട് ഒരിക്കലും തിരുത്താനാവാത്ത യാത്രക്ക് മുൻപിൽ 6 കാലുള്ള കട്ടിലിൽ ആ മയ്യത്തുമെടുത്ത് പടച്ചോന്റെ മുൻപിലേക്ക് വെച്ച് നമസ്കരിച്ച് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് ഈ ലോകത്തുള്ള സർവമാന കുടുംബക്കാരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ബന്ധുക്കളും നമുക്ക് നൽകുന്ന ഒരു യാത്രയയപ്പുണ്ട്. ആ കബറിലേക്ക് ചേർത്ത് വെച്ച മയ്യത്തിന്റെ അരികിലേക്ക് ചെന്ന് ആ മൺകൂനകൾക്ക് മുകളിലേക്ക് മണ്ണുകൾ നീക്കിയിടുന്ന കബർ കളയ്ക്കുന്നവൻ ആ മണ്ണങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് നിന്നും ഒരാൾ ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഏട്ടനാ, നിന്റെ അനിയനാ റബ്ബേ, തോളോട് തോൾ ചേർന്ന് ഒരു ഉമ്മാൻ മാദീനുക മഹാദൽ കിതാബ് മഹാദർ റസൂൽ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് റബ്ബേ ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ വാക്കുകൾ വഴുതി പോകാതെ നിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് ധൈര്യത്തോടെ ഉത്തരം പറയാൻ അൽഹിംഹുൽ ജവാബ്, ആ ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകത ആ കബറാളി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി റബ്ബ് കബറിന്റെ 2 ഭാഗം അങ്ങ് ഇടുക്കിക്കളയും. 2 ഭാഗം അങ്ങ് ഇടുക്കിക്കളയുമ്പോ കബറ് കിടക്കുന്ന വ്യക്തിയുടെ വാരിയല്ലുകൾ കോർത്തു പോകുന്ന വേദന അവൻ അനുഭവിക്കും. ആ വേദന കൊണ്ട് അവൻ പിടയും.
ആ പെടച്ചിലും കരച്ചിലും ഖബറിന്റെ മുകളിലുള്ള നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ ഖബറിന്റെ അരികിൽ ചെല്ലില്ല. എന്നിട്ട് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് ഇത്തഖൂ അദാബൽ ഖബർ, നിങ്ങൾ ഖബറിലെ ശിക്ഷയെ ഭയപ്പെടണം. ആ ഖബറിലേക്കുള്ള ചേർത്തുവെക്കുന്ന നിമിഷങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ആർക്കെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ 5 കൊല്ലം കൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ അരികിലേക്ക് പോയ പ്രവാചകന്റെ കൂടെ ബദർ യുദ്ധത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിന്റെ നബിയെ മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ, നിങ്ങളും മൂസാ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് ഞങ്ങൾ പറയില്ല നബിയെ. സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് കഴുകന്മാര് മാംസം കൊത്തി വലിക്കുന്നത് കണ്ടാൽ ആ ബദറിൽ താങ്കൾ തിരിച്ചോടിക്കും നബിയെ. ആ സെക്കൻഡ് വരെ നിങ്ങളെ ഞാൻ കാക്കും പ്രവാചക എന്ന് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ധൈര്യം കൊടുത്ത സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് നോക്കി റസൂലുള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ഖബറിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ, ആ തുടക്കത്തിലുള്ള ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ബദറിൽ വെച്ച് എനിക്ക് ധൈര്യം തന്ന എന്റെ സഅദിന്റെ മയ്യത്ത് അത് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ സഅദിന് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ഖബറിന്റെ ഇടുക്കം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബേ, പടച്ചോനെ ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ആ ഖബറാളിക്ക് ഇങ്ങി സമാധാനം കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുത്ത്, ഇക്കണ്ട കാലങ്ങൾ അത്രയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകളും പൊറുത്ത് സ്വർഗത്തിന്റെ ഒരു കവാടം, നിർഭയത്വത്തിന്റെ ഒരു കവാടം നീ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ പടച്ചോനെ. ഇന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് സ്വന്തം മഹലിൽ എത്ര മയ്യത്ത് ഖബറിൽ വെച്ച് പോകുന്നവരാ? ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയത്തിന്റെ ഇടക്ക് ഒരു തവണയെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ സമയം കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യെങ്കിലും പടച്ചോനെ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു സമാധാനം കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ആ ഖബറിൽ കിടക്കുന്ന നിമിഷങ്ങൾ ഓരോന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇത്തഖൂ അദാബൽ ഖബർ, നിങ്ങൾ ആ ഖബറിലെ ശിക്ഷയെ പറ്റി പോലും ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്കുള്ള യാത്ര ഏത് നിമിഷവും അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു മരണവാർത്ത നമ്മൾ കേട്ടില്ലേ? 6 കൊല്ലത്തിലധികം വിദേശ രാജ്യത്ത് കുടുങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് അവിടെയുള്ള മലയാളികള് പിരിവിട്ട് ഒരു വിസ റെഡി, അതല്ലെങ്കിൽ ടിക്കറ്റ് റെഡിയാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കുമ്പോ കയ്യിലൊന്നുമില്ലാത്ത ചെറുപ്പക്കാരന്റെ അന്നുള്ള മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ ആ റൂമുകാര് പോലും പെട്ടികെട്ടാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് വരുമെന്ന് പ്രിയതമയെ അറിയിച്ച് തന്റെ മകനെ കാത്തിരിക്കുന്ന വാപ്പാന്റെ മുൻപിലേക്ക്, തന്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്ക് മുൻപിലേക്ക്, പിന്നെ അവർക്ക് കെട്ടിവെച്ച പെട്ടിയോടൊപ്പം മറ്റൊരു പെട്ടിയിലാക്കിയിട്ട ആ ചെറുപ്പക്കാരനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റിയത്. കരിപ്പൂര് വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസിൽ ആ പെട്ടിയും കയറ്റി വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് നിർത്തിയപ്പോ ആ ഭാര്യയുടെയും കല്ലും തോലുമായി ക്ഷീണിച്ചൊരു വാപ്പാന്റെയും സ്വപ്നങ്ങൾ തകരുമ്പോ ആ മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് ആ വാപ്പ ചോദിച്ച ചോദ്യം ഇന്നും ആ നാട്ടുകാര് വേദനയോടെ ചോദിക്കുന്നുണ്ട്. ആകാശ ലോകത്തേക്ക് നോക്കി തന്റെ പൈതലിനെ, തന്റെ മകനെ വാരിപ്പുണർന്ന് വാപ്പ ചോദിച്ചൊരു ചോദ്യം, പടച്ചോനെ എനിക്ക് ഇന്നക്കുണ്ടോയാ പോരായിരുന്നോ? ഞാനല്ലേ റബ്ബേ ഒരു വയസ്സോനും പറ്റാത്തോൻ? ഞാനല്ലേ റബ്ബേ ഈ ആരോഗ്യമില്ലാത്തോൻ? ഇന്നക്കൊണ്ടല്ലേ റബ്ബേ ഇനി നാടിനും കുടുംബത്തിനും ഒരു ഗുണമില്ലാത്തോൻ? എനിക്ക് ഇന്നക്കുണ്ടോയാ പോരായിരുന്ന റബ്ബേ, എന്തിനാ അങ്ങിന്റെ മോനെ കൊണ്ടോയത് എന്ന് ചോദിക്കുന്ന രീതിയിൽ അല്ലാഹു നിങ്ങളെയും കൊണ്ടുപോകും ഈ ദുനിയാവിൽ നിന്ന്. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയേ, അവർ ഓടിയൊളിക്കാൻ ആഗ്രഹിക്കുന്ന മരണം അതെത്ര അവർ വേണ്ടെന്ന് ആഗ്രഹിച്ചാലും ഫഇന്നഹു മുലാഖീകും, ആ മരണം നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഏത് സെക്കൻഡിലും പോകാനുള്ള ഒരു ഒരുക്കത്തിലായിരിക്കണം വിശ്വാസി. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ട എത്തും എന്നെനിക്കൊരു ഉറപ്പില്ല. എന്റെ മക്കൾ എനിക്കിനിയും ആയുസ്സോടെ കാണാൻ പറ്റും എന്നും എനിക്കുറപ്പില്ല. ഈ ഇരിക്കുന്ന എത്ര പേർക്കാണ് എടപ്പാളിലുള്ള പല പള്ളികളിലും കുഴിച്ചു വെക്കപ്പെട്ട കബറിൽ
അവസരമുണ്ടാകുക എന്ന് നമുക്കൊരാൾക്കും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിൽ? ഈ ലോകത്ത് പടച്ചോൻ നീട്ടിത്തന്ന ആയുസ് ജീവിച്ച് തീർത്തിറ ആ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുമ്പോ എന്തുണ്ട് അള്ളാന്റെ മുൻപിൽ ഒന്ന് നെഞ്ചു വിരിച്ചു നിൽക്കാൻ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം. ഇതിലേത് ചോദ്യത്തിനാ പടച്ചോനോട് ഞാനുങ്ങൾ ഉത്തരം പറയാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. മരണത്തിന്റെ തൊട്ടു മുൻപ് അദ്ദേഹം മദീനത്തെ പള്ളിയിലിരിക്കുന്ന ഒരു സമയം നമസ്കരിച്ച് സലാം വീട്ടിയിരിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാ. കണ്ടു നിൽക്കുന്ന സഹാബാക്കളിൽ ചിലർക്ക് ചോദിക്കാൻ ഒരു പേടി, കാരണം ഉമറ. അവസാനം ഒരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ച് ചോദിച്ചു, എന്താ ഉമർ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണ്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാൻ ശ്രമിക്കുമ്പം വാക്കുകൾ മുറിയാൻ തുടങ്ങി. പറയാൻ കിട്ടാതെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിതുമ്പുന്നത് കണ്ടപ്പം സഹാബാക്കൾ ചോദിച്ചു, ഉമറേ പറ, ആരാ താങ്കളെ വഞ്ചിച്ച്? എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ മറുപടി പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. ഭരണമേറ്റെടുത്ത അന്നു മുതൽ മക്കയിലെ മദീനയിലെ തെരുവോരങ്ങളിൽ രാത്രികാലങ്ങളിൽ വേഷം മാറി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ജീവിതം നീക്കിവെച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയുമെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കിസ്ര ചക്രവർത്തിമാര് പോലും തന്റെ ഭരണ കാലഘട്ടത്തിൽ കൊട്ടമുടിച്ച് ജീവിക്കുമ്പോ സ്വന്തം കുപ്പായത്തിന് നീളം കുറഞ്ഞതിന്റെ പേരിൽ മകന്റെ മുൻപിൽ കൈനീട്ടി അവന്റെ വസ്ത്രം കൂടി കൂട്ടി വാങ്ങി കുപ്പായം തുന്നി ലോകത്തിന് മാതൃകയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്യദേശത്ത് നിന്നും യാത്രക്കാർ വരുമ്പം ഭാര്യ അത്തിക്ക ബീവിയെയും കൂട്ടി ആ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി ജീവിതം നീക്കി വെച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പേടിക്കും എന്ന് പറയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കണ്ണുനീരോടെ തിരിച്ചു പറയുന്ന വാക്ക്, സഹാബത്തെ എനിക്കൊരു പേടി തോന്നുന്നു. സഹാബത്ത് ചോദിച്ചു, എന്തിനു ഉമർ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം പടച്ചോൻ എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റത് പള്ളിയിൽ വെച്ച. തന്റെ കുത്ത് കിട്ടിയിട്ടും വേദന കൊണ്ട് പൊളയുമ്പം താങ്ങിപ്പിടിക്കുന്ന സഹാബത്തിനോട് അന്നും ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നമസ്കാരം പൂർത്തീകരിക്കണം, നിങ്ങൾ നമസ്കാരം പൂർത്തീകരിക്കണം. തെരുവിന്റെ മറവിൽ ബസ് സ്റ്റോപ്പിന്റെ പിന്നിൽ നിന്നല്ല ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്ത് കിട്ടിയത്. ഏതെങ്കിലും പൂരപ്പറമ്പിൽ ചെന്ന് അടിയുണ്ടാക്കിയതിന്റെ പേരിലല്ല ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്ത് കിട്ടിയത്. മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിച്ചതിന്റെ പേരിലല്ല ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്ത് കിട്ടിയത്. മറിച്ച് സുബഹിക്ക് പള്ളിയിൽ പോയി ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് കുത്ത് കിട്ടിയതെങ്കിൽ ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം പടച്ചോൻ എനിക്ക് തിരിയലേ എന്ന് എനിക്കൊരു പേടി തോന്നുന്നു സഹാബത്തെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്നും ഒരവകാശവും ഇല്ലാതെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മുൻപിൽ സമാധാനത്തോടെ നിൽക്കാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ചില ആളുകൾ പറയാറുണ്ട്, മക്കളുണ്ട്, മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. ചില വാപ്പാരുമാരും ആവേശത്തോടെ പറയലതാ, രണ്ടാൺകുട്ടികളും 2 പെൺകുട്ടികളും അവൻക്കുള്ളത്. മൂത്ത 2 പെണ്ണിനെയും ഒന്നിനെ കുറ്റിപ്പുറത്തേക്കും ഒന്നിനെ വളാഞ്ചേരിക്കും കെട്ടിച്ചു. രണ്ടും നല്ല പിയാപ്ലാരാ. മൂത്തോന്റെ മോക്ക് നല്ല A+ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ SSLCക്ക് 10 A+. രണ്ടാമത്തെ മോന ആ റോട്ടിന്റെ സൈഡിൽ വലിയൊരു പൊരണ്ടാക്കി കണ്ടില്ലേ, അതിന്റെ മൂത്തോന്റെ രണ്ടാമത്തോന്റെ മോന്റെ. അതിന്റെ താഴെയുള്ളവന്റെ കൂടെ അപ്പം ഞങ്ങള്. ഓനും ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓനെ പഠിപ്പിച്ച് മോശമായിട്ടില്ല, തരക്കേടില്ലാത്ത സാലറിയും വാങ്ങി. ഇപ്പം ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുക. ആ ചെറിയ മോന്റെ മക്കളാ ഇപ്പൊ അൽഫിത്തറയിലൊക്കെ പോയി മദ്രസേന്നൊക്കെ പഠിച്ച കുല്ലുവല്ലാഹും അല്ലെങ്കിൽ കുറച്ച് സൂറത്തുകളൊക്കെ എനിക്കിങ്ങനെ കാണാതെ പറഞ്ഞുതരും. ഇതൊക്കെ പോരെ ഒരു വാപ്പാക്ക് സന്തോഷിക്കാൻ? ഇതൊക്കെ പോരെ ഒരു ഉമ്മാക്ക് ആഹ്ലാദിക്കാൻ? ഇതൊക്കെ അല്ലേ ഉള്ളൂ പലർക്കും സമ്പാദ്യമായിട്ട്? അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. റസൂലേ, അവരിൽ പലർക്കും പറയാനുള്ളത് മക്കളെയും മരുമക്കളെയും പഠിപ്പും വിദ്യാഭ്യാസവും പൈസന്റെയും കണക്കാ. അവർക്ക് അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന് ചോദിക്കും നബിയെ. അവർക്ക് റബ്ബിന്റെ മുൻപിൽ സമാധാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ
എന്താ അവരുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കണം നബിയെ. അതുകൊണ്ട് തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ലോകമാണ്. മരണത്തോടുകൂടി കാത്തിരിക്കുന്ന ലോകത്തിന് പരിധിയില്ല. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം കുറച്ച് സഹാബാക്കളൊന്ന് കാണാൻ ചെല്ലും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിക്ക് കയറിയപ്പോൾ കാണുന്നത് ഈത്തപ്പന ഓലയിൽ ഇങ്ങനെ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയാ. സഹാബാക്കൾ ചോദിച്ചു, അബൂ ഹുറൈറ, മരണത്തെ ഇത്ര പേടിയാണോ നിങ്ങൾക്ക്? ഇങ്ങനെ പേടിക്കാൻ മാത്രമാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ മരണത്തെ പേടിക്കാൻ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, ഞാൻ പേടിക്കുന്നതും കരയുന്നതും മരണത്തെ പേടിച്ചിട്ടല്ല, മറിച്ച് അസ്സഫറു തുവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാ. മരണം എന്ന യാത്ര ഒരിക്കലും അവസാനിക്കാത്ത, ബർസഖയായ ഖബർ എന്ന ലോകത്തിന് ശേഷം ഒരിക്കലും അവസാനിക്കാത്ത പടച്ച റബ്ബിന്റെ മഹ്ശറയിലേക്കുള്ളൊരു യാത്ര. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ഈ തൊട്ടു മുൻപ് മരിച്ച വ്യക്തികൾ വരെ ആ ബർസഖിയായ ലോകത്തുണ്ട്. ആദം നബിയുടെ പ്രായം എത്രയാ ഖബറിൽ അറിയൂല മനുഷ്യരെ. ലോകത്തിന്റെ അഷ്റഫുൽ ഹൽക്കായ മുത്ത് നബിയുടെ പ്രായം എത്രയാ ഖബറിൽ? 1435 വയസ്സിലധികം അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് ഖബറിൽ ഉണ്ടെങ്കിൽ ജീവിച്ച കാലത്തെക്കാൾ കൂടുതൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ഖബറിലാ. അസ്സഫറു തുവീലുൻ, ഞാൻ ആ യാത്രക്കിറങ്ങുകയാ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വസാദു ഖലീലുൻ, എൻ്റെ കയ്യിൽ ഭക്ഷണം കുറവാ, എൻ്റെ റബ്ബിനെ കാണിക്കാനുള്ള ഭക്ഷണം എൻ്റെ കയ്യിൽ കുറവാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാറുണ്ട്, പൂച്ചകളെ നിങ്ങൾ വിട്ടേക്കണം, അത് നിങ്ങളുടെ കാലിനിടയിലൂടെ ജീവിക്കുന്ന ഒരു ജീവിയാ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ട അന്നു മുതൽ ഒരു പൂച്ചക്കുഞ്ഞിനെ എപ്പോഴും തോളത്തെടുത്ത് തനിക്ക് കിട്ടുന്ന കാരക്കയുടെ പകുതിയും ആ പൂച്ചക്ക് കൊടുത്ത് പരിപാലിച്ചിരുന്ന മനുഷ്യനെ ചൂണ്ടി നാട്ടുകാർ വിളിച്ചു അബൂ ഹുറൈറ, പൂച്ചക്കുട്ടിയുടെ വാപ്പ. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈ മലർത്തിയിട്ട് പറയാ, വസാദു ഖലീലുൻ, എനിക്കിന്റെ റബ്ബിന്റെ മുൻപിൽ കാണിക്കാൻ ഭക്ഷണം കുറവാ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയാ, വൽ മൗത്തു കരീബുൻ, മരണം നിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും മരണം എന്നെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന മരണം എന്നെ കൊണ്ടുപോകുന്നതിന്റെ മുൻപ് എന്റെ അമലുകളെ പറ്റി ചിന്തിച്ചപ്പോ അത് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയോ എന്ന സങ്കടം കൊണ്ടാണ് സഹാബത്തെ ഞാൻ കരയാനുള്ള കാരണമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇക്കണ്ട കാലത്തിന്റെ ഇടക്ക് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല മുഖ്യം. കുറഞ്ഞ കാലം കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം വാങ്ങിയ സഹാബാക്കളില്ലേ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്വഹാബത്തിന്റെ ചരിത്രം ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടാറില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതൻ ആദ്യമായി യസ്രിബിലേക്ക്, മദീനയിലേക്ക് ദഅവത്തിനയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെയാണ്. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പം മദീനത്തെ കുറെ ശത്രുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. മിസ്അബ് എന്ന മുഹമ്മദിന്റെ അനുയായിയെ മദീനയിൽ വെച്ച് കൊല്ലണം. കൊല്ലുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന പാരിതോഷികം തരും. ആ ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുത്തത് സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. സഅദ് ബിൻ മുആദ് വിഷം പുരട്ടിയ കടാരയുമായി മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ഈത്തപ്പനയുടെ മറവിൽ വന്നു നിന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണവും അള്ളാഹുവിന്റെ കലാമുകളും വിശദീകരിച്ചു കൊടുക്കുന്നത് കേട്ടപ്പോ കൊല്ലാൻ വന്ന സഅദ് ബിൻ മുആദിന്റെ കൈയനക്കാൻ പറ്റുന്നില്ല. പലതവണ അദ്ദേഹത്തിന് തോന്നി മിസ്അബിന്റെ നേരെ ആ വാളെറിയാൻ, വിഷം പുരട്ടിയ ആ വാളെറിയാൻ. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ കലാമുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റാനാവാത്ത വിധം ആ ഖുർആനിക വചനങ്ങളിലേക്ക് സഅദിന്റെ മനസ്സുകൾ ആഴ്ന്നു പോയപ്പോ അന്ന് അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസവും വന്നു കൊല്ലാൻ. മൂന്നാമത്തെ ദിവസം മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര മദീനയിലെ മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, മിസ്അബേ, ഇത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ഖുർആനെങ്കിൽ, ഇത്ര സമാധാനമാണ് റബ്ബിന്റെ ഇസ്ലാമെങ്കിൽ എനിക്ക് ആ മതത്തെ കുറിച്ചൊന്ന് പഠിക്കണം, എനിക്ക് നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രായം 30 വയസ്സാണ്. 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. 35ാമത്തെ കൊല്ലം അദ്ദേഹം മരിക്കുന്നുണ്ട്. 33ഓ 4ഓ വയസ്സായപ്പോഴാ ബദർ യുദ്ധം. ആ യുദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞതും, അള്ളാഹുവേ, എന്റെ റസൂലെ, കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാത്ത സമയത്തോളം നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു. 35ാമത്തെ വയസ്സിൽ
ഒരു ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന് വയറിന് വെട്ടുകിട്ടുകയും രക്തം വാർന്നൊലിച്ച് അദ്ദേഹം പ്രയാസപ്പെടാനും തുടങ്ങി. സഹാബാക്കൾ അദ്ദേഹത്തെ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് കടത്തി. മദീന പള്ളിയിലേക്ക് സഅദിന് മുറിവ് പറ്റി എന്നറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലുള്ള ഓടിക്കതച്ച് മദീനത്തെ പള്ളിയിലെത്തുമ്പോഴേക്കും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ടാകും. അവസാനം ആ മയ്യത്ത് പിടിച്ചിട്ട് റസൂലുള്ള പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാ, ആർക്കെങ്കിലും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ സഅദിന് ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയായിരുന്നു. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്ക്, എന്റെ സഅദിന്റെ മരണ വാർത്ത കേട്ട് റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് ആ സഅദ് ബിൻ മുആദിന് യാത്ര ചൊല്ലിക്കൊടുത്ത് അതിന്റെ മുകളിലേക്ക് മണ്ണിടുന്ന സമയം വരെ അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞിട്ടാ. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോ റസൂലുള്ളാന്റെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഇതുവരെ കരഞ്ഞങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ആ ഖബറിലേക്ക് ചൂണ്ടി തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതു മനുഷ്യൻ മരിക്കുന്ന സമയത്തും ആ മനുഷ്യന്റെ ഖബറിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് അവനെ കൊണ്ടുപോകാൻ റബ്ബ് കുറച്ച് മലക്കുകളെ ഒരുക്കും. ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ദുനിയാവിൽ അവന്റെ പവറും പത്രാസും നോക്കിയിട്ടല്ല, മറിച്ച് ദുനിയാവിൽ കിട്ടിയ കാലം കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവന്റെ പണിക്കനുസരിച്ചാ. അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള ഒരു യാത്രമാണ് ജീവിതമെന്നും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും റബ്ബ് നിശ്ചയിച്ച ആഖിറത്തിലേക്കുള്ള ഒരു യാത്രയാണ് ദുനിയാവെന്നും ചിന്തിച്ചുകൊണ്ട് നാഥന്റെ മുൻപിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടി ആരൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ടോ ആ അമലുകളുടെ എണ്ണവും വണ്ണവും അനുസരിച്ച ഓരോരുത്തരുടെയും ഖബറിൽ അള്ളാഹു മലക്കുകളെ നിശ്ചയിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലുള്ള ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ സഅദിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ പടച്ചോൻ ഒരുക്കി വെച്ചത് 70,000 മലക്കുകളെയാ. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് 5 കൊല്ലം കൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, 10, 25, 50 കൊല്ലം ദുനിയാവിൽ പടച്ച റബ്ബിന്റെ മതത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും നാളെ ഖബറിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു മക്കൾക്കെങ്കിലും മനസ്സമാധാനത്തോടെ നിന്റെ വാപ്പാക്കുമ്മാക്ക് സ്വർഗം മാത്രമായിരിക്കും റബ്ബെ കിട്ടുക എന്ന ഒരാശ്വാസം കിട്ടുന്നില്ലെങ്കിൽ, 5 വക്തിനും റബ്ബിന്റെ നേരെ കൈനീട്ടിയിട്ടും എനിക്ക് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകാനുള്ള ഒരു ക്വാളിറ്റിയുമില്ല എന്ന് സ്വയം സമാധാനിക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നാളെ റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് അള്ളാഹു നമ്മളെ വല്ലാതെ അപമാനിക്കും, നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തും പടച്ചോൻ. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, എന്തിനാ പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്? ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല. വെട്ടിപ്പിടിച്ചൊരാളും ഈ ദുനിയാവിൽ നിന്നൊരു കാത്തരി മണ്ണോ കാത്തരി പൊന്നോ കൊണ്ടുപോയിട്ടില്ല. അധികാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ച് ലോകരാജ്യങ്ങൾ കീഴടക്കാൻ തന്റെ പടയാളികളുമായി ഇറങ്ങി പുറപ്പെട്ട അക്ബർ ചക്രവർത്തി, അലക്സാണ്ടർ ചക്രവർത്തി ജീവിതത്തിന്റെ യൗവനത്തിൽ തന്റെ അധികാരത്തിന്റെ ഏതൊക്കെ മൂർത്തിഭാവങ്ങൾ കയ്യിലേക്ക് ഏറ്റെടുത്തിട്ടും ഒരു നിസ്സാരമായ സൂക്കേടിന്റെ പേരിൽ 6 അടി മണ്ണിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അധികാരം മനുഷ്യരെ, പണം മനുഷ്യരെ, ഈ ലോകത്ത് ദൈവത്തിന്റെ അരികിലേക്ക്, അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്ര ഒരിക്കലും തടയുന്നില്ല. ഒരിക്കലും പണം ഈ ദുനിയാവിൽ നിന്നുള്ള യാത്രയെ തടയാൻ പര്യാപ്തവുമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് നിന്ന് പലരും അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ മുതലിന്റെ കാര്യത്തിലാ പലർക്കും ഒരു സമാധാനമുള്ളത്. എല്ലാവർക്കും പൈസയായി, എല്ലാവർക്കും വീടായി, എല്ലാവർക്കും ജോലിയായി, ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സമാധാനമുള്ളൂ. പക്ഷെ ഈ ലോകത്ത് നിന്ന് അള്ളാഹു നമ്മളെ നിശ്ചയിച്ചത് എന്തിനാ? ഈ ദുനിയാവിൽ എല്ലാ സൗകര്യത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. മദീന പള്ളിയിൽ നിന്നും നിസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന ഹബീബായ നബി തങ്ങള് ആ മദീന പള്ളിന്റെ അല്പഭാഗത്ത് ഒരു ആട്ടിൻകുട്ടി ചത്ത് കിടക്കുന്നത് കണ്ടൊരു രംഗമുണ്ട്. ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ആർക്ക് കൊണ്ടുപോകാം, നിങ്ങൾ എടുത്തോ. അവർ പറഞ്ഞു, നബി വേണ്ട, ചത്തതാ നബി. വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയെ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും, ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എടപ്പാളല്ല, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയല്ല, മലപ്പുറമല്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യമല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന
ആകാശങ്ങൾക്ക് താഴെ ലോകത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ച ഈ ഭൂമിക്ക് പടച്ചോൻ വിലട്ടത് ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെക്കാളും താഴെയാ. അതുകൊണ്ടാ പടച്ചോൻ കുടിയന്മാർക്കും ദുനിയാവുണ്ടാക്കിയത്. അതുകൊണ്ടാ അള്ളാഹ്